ഇന്ന് നമുക്കൊരു ഓട്ടട ഉണ്ടാക്കാം. അതായത് ഏത്തക്കായും പഴവും ഏത്തക്കായും തേങ്ങയും പഞ്ചസാരയും കൂടെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് ഏത്തക്ക വട്ടത്തിൽ അരിഞ്ഞതും തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് ഞെരടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇളക്കി പിന്നെ ആട്ട കുഴച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അതൊന്ന് പരത്തിയാലും അപ്പം ഞാൻ ഇലയെല്ലാം നല്ലതായിട്ട് കീറി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പേ വെച്ച് കത്തിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഓട്ടട ഒന്ന് പരത്തിയാലും. അപ്പം നമുക്കിതൊന്ന് പരത്തി തുടങ്ങാം. എത്രയും കനം കുറച്ച് ചുടുന്ന അത്രയും നല്ലത്. അപ്പം നമുക്ക് ഇച്ചിരി മാവെടുക്കും. മറ്റേ ഇലയപ്പത്തിനാകുമ്പോൾ ഇല വാട്ടും, ഇത് ഇല വാട്ടത്തില്ല, ഇല പച്ച ഇല. അപ്പം നമുക്ക് ഇതങ്ങോട്ട് ഈ ഏത്തക്കായും തേങ്ങയും ഇതുമെല്ലാം കൂടെ അരിഞ്ഞത് നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് മൊത്തം പരത്തണ്ട, ഇങ്ങനെ മടക്കിയിട്ട് നമുക്കത് ചീനിച്ചട്ടിക്കകത്തോട്ടൊന്ന് ഇടാം. ചീനിച്ചട്ടി ഞാൻ ചൂടാക്കാൻ ഇവിടെ വെച്ചു. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെറും കട്ടി കുറഞ്ഞാകുമ്പം കനം കുറഞ്ഞാകുമ്പം നല്ല ഇത്തിരി കനം കുറഞ്ഞാൽ റൊട്ടിക്ക് കുഴയ്ക്കുന്നതിനെക്കാട്ടി ഇച്ചിരി കൂടെ വെള്ളമായിട്ട് വേണം നമുക്കിത് കുഴയ്ക്കാൻ. ഇലയൊക്കെയുള്ള നാട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഇലയും വാഴയൊക്കെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. തേങ്ങയും ഏത്തക്കായും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് പഞ്ചസാര ഇട്ട് അപ്പം നമുക്ക് ഇതിങ്ങനെ അടുപ്പിലോട്ട് ഞാൻ വെച്ചു. ഞാൻ തീ കത്തിച്ചേക്കും. നമ്മൾ ഓട്ടടയെല്ലാം കൂടെ അടുപ്പിലോട്ട് ചീനിച്ചട്ടിക്കകത്ത് അപ്പോൾ അത് ഒന്നാവട്ടെ. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. നമ്മളെ ഓട്ടട അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരിച്ചിട്ടിങ്ങനെ ചെറുതായിട്ട് അപ്പുറവും ഇപ്പുറവും നല്ലതായിട്ട് ചൂടാക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം പൊള്ളിച്ചെടുക്കണം. പൊള്ളിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലത്. നമ്മുടെ ഇലയുടെ നമുക്ക് ഒന്ന് പൊളിച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ പൊളിച്ചിട്ട് തേണ്ട. അതിൻ്റെ പുറത്തൊക്കെ ഇലയുടെ എല്ലാം പറ്റിയിരിക്കും, എന്നാലും സാരമില്ല. നമ്മൾ നല്ല ഇതായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓട്ടട ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഈ ഇലയുടെ ഇങ്ങനെ തന്നെ നമ്മളുണ്ടാക്കും.